SIR-നെതിരായ കേരളത്തിന്റെ ഹർജികൾ തള്ളണം എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പും SIR നടപടികളും ഒന്നിച്ചു മുന്നോട്ട് പോകും എന്നാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. BLOയുടെ ആത്മഹത്യ SIR-ലെ ജോലിഭാരം കൊണ്ടല്ല എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. അച്യുതൻ ഡൽഹിയിൽ വിവരങ്ങൾ നൽകും. അച്യുതൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യം നേരത്തെ അറിയിച്ചിരുന്നു. കേരളത്തിൽ SIR-ഉം സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പും രണ്ടും രണ്ടായിട്ടാണ് നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അത് ബാധിക്കുന്നില്ല എന്ന് പറയുന്നു. ഏതാണ്ട് അതിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു മറുപടി നൽകിയിരിക്കുന്നത്. അതിൽ ഈ BLOയുടെ ആത്മഹത്യ ഉൾപ്പെടെ അത് SIR-ലെ ജോലിഭാരം കൊണ്ടല്ല എന്ന മറുപടിയുമുണ്ട്. നേരത്തെ കളക്ടർ അങ്ങനെ റിപ്പോർട്ട് നൽകിയെന്ന് കോടതിയിൽ വാക്കാൽ പറഞ്ഞിരുന്നു. എന്താണ് ഈ സത്യവാങ്മൂലത്തിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത്? വിജയകുമാർ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടിക്ക് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേരളത്തിലെ SIR നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ഹർജികളിൽ അല്ലെങ്കിൽ അതിനെതിരായ ഹർജികളിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പും SIR-ഉം രണ്ടിന്റെ നടപടികൾ ഒന്നിച്ച് മുന്നോട്ട് പോകും എന്ന നിലപാടാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഈ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള SIR പ്രക്രിയ ആയിരുന്നാലും തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നാലും ഈ നടപടികളൊന്നും മാറ്റിവെക്കാനാകില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏതാണ്ട് പ്രധാന നടപടികളെല്ലാം പൂർത്തിയായി എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് SIR-ൽ 81% ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്തു. BLOമാരുടെ മരണം, ആത്മഹത്യ SIR-ലെ ജോലിഭാരം കൊണ്ടല്ല എന്നൊരു വിചിത്രവാദവും ഇതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ഹർജി അത് തള്ളണം എന്നൊരു ആവശ്യം കൂടിയാണ് മുൻനിർത്തുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്പം മുൻപായിരുന്നു ഈ വിഷയത്തിൽ മറുപടി നൽകിയത്. അതിൽ പറഞ്ഞിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിന് ഒരു തടസ്സവും നിലവിലെ SIR പ്രക്രിയ തടസ്സം സൃഷ്ടിക്കുന്നില്ല എന്ന നിലപാട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിലേക്ക് വരുമ്പോൾ അവിടെ ഈ രണ്ട് പ്രക്രിയയും ഒന്നിച്ചു പോകും, യാതൊരുവിധ തടസ്സങ്ങളും ഇതിന് നേരിടുന്നില്ല. അച്യുതനാണ് വിവരങ്ങൾ നൽകുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് SIR ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കപ്പെടുന്നില്ല എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി അറിയിച്ചിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് കേരളത്തിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ SIR മുന്നോട്ട് പോകുന്നു എന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. നാളെയാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും SIR-നെതിരായ ഹർജികൾ പരിഗണിക്കാൻ പോകുന്നത്. അതിനു മുൻപാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെയും സത്യവാങ്മൂലം സുപ്രീം കോടതിക്ക് മുൻപാകെ വരുന്നത്. നാളെ ഇടക്കാല സ്റ്റേ എന്ന ആവശ്യം ഉയർത്തിയുള്ള വാദം നടക്കുമ്പോൾ ഇത് രണ്ടും നിർണായകമാവുകയാണ്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലം എന്നത് ശ്രദ്ധേയമായിട്ടുണ്ട്. അതിന്റെ ചുവട് പിടിച്ചാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇന്ന് വളരെ വിശദമായ മറുപടി സുപ്രീം കോടതിയിൽ നൽകുകയും ചെയ്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.